ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു ബാമ്പു വെളുത്ത് നന്നായി വെച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലെ ഒരു ചെറിയ തൊലി നമുക്ക് നൈഫ് വെച്ച് ചിരണ്ടി എടുക്കാം. നന്നായി ചെത്തിയെടുക്കണം. ഇത് ഞാനിപ്പോൾ ചെത്തി എടുത്തിട്ടുണ്ട്, ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുവേ നമുക്കൊന്ന് മുറിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ മുറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ നെഞ്ചക്കിൻ്റെ ഹാൻഡിലാണ്. ഇനി നമുക്കൊരു ചങ്ങല ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഇതാ ചങ്ങല എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ബാമ്പുവിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കണം. രണ്ടിലും നമ്മൾ കയറ്റി കൊടുക്കണം. ഞാനിപ്പോൾ ഇങ്ങനെ കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയതാണ്. ഈ ഓടേൻ്റെ ഈ സൈഡിൽ കാണുന്ന ഒരു മാർക്ക്ഡ് പോർഷൻ കണ്ടില്ലേ, ആ പോർഷനിൽ വെച്ച് നമ്മൾ മുറിച്ചെടുത്താലാണ് നമ്മൾ സിമൻറ്റ് ഇടുമ്പോഴൊക്കെ പുറത്ത് പോകാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഒരു ഓട്ട ഉണ്ടാകുന്നതാണ്. ഞാനിപ്പോൾ ഇതിവിടെ മുറിച്ചെടുത്ത് കണ്ടോ, ആ ലൈൻ പോർഷനിൽ നിന്ന് മുറിച്ചെടുത്തപ്പോൾ അവിടെ ഒരു ബ്ലോക്ക് പോലെ വന്നില്ല, അവിടെ ഓട്ടയൊന്നും കാണുന്നില്ലല്ലോ. ലൈൻ പോർഷൻസ് ഉണ്ടാവും ഒരു ഓടയ്ക്ക്. അങ്ങനത്തെ ഒരു ലൈൻ പോർഷനിൽ നിന്ന് മുറിച്ചെടുത്താൽ നമുക്ക് അങ്ങനെ ഒരു ബ്ലോക്ക് കിട്ടും, അവിടെ ഒരു അടവ് കിട്ടും. അപ്പോൾ സിമൻറ്റ് ഇടുമ്പോൾ പുറത്തേക്ക് പോവുകയില്ല. ഇനി നമുക്ക് ഒരു കപ്പ് സിമൻറ്റ്, പിന്നെ മണൽ, പിന്നെ വെള്ളവും എടുക്കുക. ഇനി സിമൻറ്റും മണലും പിന്നെ വെള്ളവും കൂടെ മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടത് നമ്മുടെ ബാമ്പുവിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കണം. ബാമ്പുവിൻ്റെ ഉള്ളിൽ മുഴുവൻ സിമൻറ്റ് നിറയ്ക്കണം. ചങ്ങല നന്നായി തന്നെ കയറ്റി വെക്കണം, അല്ലെങ്കിൽ നെഞ്ചക്കിന്ന് ഊരി വരാനുള്ള സാധ്യതയുണ്ട്. സിമൻറ്റ് ഉറച്ചു കഴിഞ്ഞാലും നമ്മൾ നെഞ്ചക്ക് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഊരി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായി തന്നെ കയറ്റി കൊടുക്കണം. എന്നിട്ട് സിമൻറ്റൊക്കെ ഇടാൻ പാടുകയുള്ളൂ. ഞാൻ രണ്ടെണ്ണത്തിൻ്റെയും നടത്തിയിട്ടുണ്ട്. ഇനി നമുക്കത് വെയിലത്ത് വെക്കണം. ഞാനിപ്പോൾ ഇത് 2 ദിവസം വെയിലത്ത് വെച്ചിട്ടെടുത്തതാണ്. ഇനി അതിൻ്റെ മുകളിൽ ആവശ്യമില്ലാത്ത സിമൻറ്റ് കട്ട പിടിച്ചത് നമുക്ക് മാറ്റിക്കളയാം. നമ്മൾ ചെയ്തപ്പോൾ ആവശ്യമില്ലാതെ പിടിച്ചതാണ്, അറിയാതെ. അങ്ങനെയുള്ളതെല്ലാം നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത് ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇൻസുലേഷൻ കൊണ്ട് അതിൻ്റെ മുകളിൽ ചുറ്റി കൊടുക്കാം. ഇതൊരു ചെറിയ ഡെക്കറേഷൻ വർക്കാണ്, ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. നല്ല വൃത്തിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ പൊട്ടിച്ചിട്ട് പോലെ തന്നെ രണ്ടിൻ്റെയും സൈഡുകൾ ഒട്ടിച്ചു കൊടുക്കുക.
ഞാനിപ്പോൾ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വുഡ് പോളിഷ് കൊണ്ട് ഒന്ന് പോളിഷ് ചെയ്യാം. നന്നായിട്ടൊന്ന് പോളിഷ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇവിടെ പോളിഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നെഞ്ചക്ക് റെഡിയാണ്. നമുക്കിത് സാധാരണ നെഞ്ചക്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാം. താങ്ക് യു.